ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ ദിവസം മാർക്കറ്റിൽ വലിയ മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇത് രാവിലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നത് നമ്മൾ ഒരു പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുക ചെയ്യുന്നത്. കാരണം എന്താ വെച്ചെങ്കിൽ നമുക്കൊരു മാർക്കറ്റിൽ അപ്സൈഡ് വ്യൂ ഉണ്ടായിരുന്നു മുകളിലേക്ക് പോകുന്നുള്ളത്. പക്ഷേ എപ്പോൾ പോകുന്നുള്ള ഒരു ഏകദേശം ലെവൽ കിട്ടാത്തതുകൊണ്ട് ഞാൻ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തത്. പിന്നെ ഡൗൺ സൈഡിലേക്ക് എന്തായാലും വരില്ല എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു രാവിലെ തന്നെ മാർക്കറ്റിൽ. പിന്നെ എന്ന് വെച്ചെങ്കിൽ നമ്മളൊരു 10 ആ സമയത്ത് നമ്മൾ ഏകദേശം ഒരു സെല്ല് ചെയ്തത് നമ്മൾ മാർക്കറ്റിൽ ഏകദേശം ഉറപ്പ് വരുത്തിയ ശേഷം നമ്മൾ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തത്. അത് ഏകദേശം ഒരു ബ്രേക്ക് ചെയ്തപ്പോൾ അതായത് 25,330 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്ന സമയത്താണ് നമ്മളത് സെല്ല് ചെയ്തിട്ടുണ്ടായത്. പിന്നീട് അത് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോഴേക്ക് അത് കുറച്ച് താഴത്തേക്ക് വന്നെങ്കിൽ നമ്മൾ സെല്ല് ചെയ്തുകൊണ്ട് നമ്മൾ മാർക്കറ്റ് പിടിച്ചു നിന്നു. കുറച്ച് കഴിഞ്ഞാൽ ഡി കെ വന്നിട്ടും ബാക്കി കുറച്ച് മുകളിലേക്ക് പോയിട്ടൊക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു പ്രീമിയം ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സെല്ല് ചെയ്തവർക്കൊക്കെ അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ട്. ചില ആൾക്കാർ ബൈ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പിൽ. ചില ആൾക്കാർക്ക് അത്യാവശ്യം അതിലും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് എസ് എൽ അടിക്കും. ഇങ്ങനെയില്ലേ സൈഡ് വേസ് മാർക്കറ്റിൽ ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്ന് എസ് എൽ അടിക്കും. അതുകൊണ്ടാണ് നമ്മളധികം ഓപ്ഷൻ സെല്ല് ചെയ്യുന്നത് ഇത്തരം സമയങ്ങളിൽ. പിന്നെ നാളത്തെ ലെവലുകൾ നോക്കുകയാണെങ്കിൽ 25,350 ഒരു ലെവലാണ്. പിന്നെ 25,400 അപ്സൈഡിലേക്ക് ഒരു ലെവലുണ്ട്. പിന്നെ 25,500 ഇത്രയാണ് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. അതായത് 25,350, 25,400, 25,500 ഈ ലെവലുകളാണ് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. സപ്പോർട്ടായിട്ട് വരുന്നത് 25,250, 25,150, 25,000 മുതൽ 25,030 വരെ ആ ഒരു റേഞ്ചും കൂടി ഉണ്ട്. അങ്ങനെ മൂന്ന് ലെവലുകളാണ് അങ്ങനെ വരുന്നത്. പ്രധാനമായിട്ട് സപ്പോർട്ടും റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ മാർക്കറ്റ് സൈഡ് വേസ് ഓപ്പണിംഗ് ആണെങ്കിൽ നമുക്ക് 25,350 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 400, 450 വരെ പോകാനുള്ളൊരു സ്ട്രെങ്ത് നിഫ്റ്റിക്ക് ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് അപ്പ് സൈഡിലേക്ക് എടുക്കാവുന്നതാണ് ട്രേഡ്. ഡൗൺ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം വലിയ അത്ര 25,250 വരെയുള്ള ഗ്യാപ്പ് ഡൗൺ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. എങ്കിലും ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ഒക്കെയാണ് 25,250 എന്നൊരു സപ്പോർട്ട് എടുത്ത്, അതായത് ഇന്നലത്തെ ഹൈന്ന് ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് അപ്പ് സൈഡിലേക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. അല്ല മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ വലിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിലും മാർക്കറ്റ് വലിയൊരു താഴത്തേക്ക് പോകാൻ സാധ്യത കുറവാണെങ്കിലും ഒരു ചെറിയൊരു റിവേഴ്സൽ കാണിക്കുന്ന സമയത്ത് നമുക്ക് അപ്പ് സൈഡിലേക്ക് ട്രേഡ് എടുക്കാം. ഏകദേശം ചെറിയൊരു ബുള്ളിഷ് ട്രെൻഡിലാണ് ഞാൻ നാളെ നിൽക്കുന്നത്. നമുക്ക് നോക്കാം നാളത്തെ ഓപ്പണിങ് നോക്കിയിട്ട് നമുക്ക് ഏകദേശം തീരുമാനം എടുക്കാം. നമുക്ക് ഈ ലെവലുകൾ നോക്കിയിട്ട് ഏകദേശം ഇപ്പോൾ ഇനി മുതൽ അങ്ങോട്ടേക്ക് ഈ ലെവലുകൾ നോക്കിയിട്ട് തന്നെ നമുക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടി പറ്റും. കാരണം എന്താ വെച്ചാൽ ഇനി അങ്ങനെ വലിയൊരു മാർക്കറ്റിൽ വലിയൊരു കൺഫ്യൂഷൻ ഒന്നും വേണ്ട കാര്യമൊന്നുമില്ല. ഏകദേശം നമ്മൾ ലെവലുകൾ നോക്കിയിട്ട് തന്നെ നമുക്ക് ട്രേഡ് എടുക്കാം. ഈ ലെവലുകൾക്ക് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഏകദേശം വ്യൂ എങ്ങോട്ടാണെന്നല്ലേ കൃത്യമായിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ആ വ്യൂ നോക്കിയിട്ട് നിങ്ങളെ ഏതാ ട്രേഡിംഗ് സ്ട്രാറ്റജി വെച്ച് നിങ്ങൾക്ക് അതനുസരിച്ച് ചെയ്യാമല്ലോ. അപ്പോൾ ഏകദേശം അപ്പോൾ നിങ്ങൾക്ക് നാളെയും കൂടി ഒന്ന് ഗ്രൂപ്പ് നോക്കിക്കോട്ടെ. നാളെ അല്ല എല്ലാ ദിവസവും ഗ്രൂപ്പ് നോക്കിക്കോ. അതിൻ്റെ ഒരു ഏകദേശം ഒരു വ്യൂ ഉണ്ടല്ലോ മാർക്കറ്റിൻ്റെ വ്യൂ എങ്ങോട്ടാണെന്നുള്ളത് നാളത്തെ ഓപ്പണിംഗ് നോക്കിയിട്ട് ഞാൻ പറയാം. പിന്നെ പ്രധാനപ്പെട്ടതിൽ ഈ ലെവലുകൾ നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക നിങ്ങളെ ചാർട്ടിൽ. അപ്പോൾ അതിനനുസരിച്ച് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ മാർക്കറ്റ് ട്രേഡ് എടുക്കുക. ഓക്കെ.